മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ബാഹ്യമായ രൂപം എത്രമാത്രം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അറിയാതെ ഓരോന്നോരോന്നായി പുറത്തുവരികയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ. പീരുമേട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ പ്രചരണാർത്ഥം കുമളി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്രമാത്രം നിരവധി ബുദ്ധിമുട്ടുകളാണ്. മുഖ്യമന്ത്രി എത്ര അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ബാഹ്യമായ രൂപം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും അറിയാതെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ പരാമർശം നിങ്ങൾ കണ്ടില്ലേ? ഒരു പാവപ്പെട്ട ഒരു പ്രവർത്തകൻ അവിടുന്ന് എഴുന്നേറ്റ് ഒരു ചോദ്യം എന്ന് കണ്ടു പറഞ്ഞു. ഒരു ചോദ്യം എന്ന് പറഞ്ഞത് അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ട്. ഇപ്പം മാധ്യമങ്ങളിലെ ഏഷ്യാനെറ്റ് പോലെയുള്ള പ്രധാന മാധ്യമങ്ങളിൽ മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏതോ ഒരു പാവപ്പെട്ടവൻ ഇതേപോലെ ഉമ്മൻചാണ്ടി പ്രസംഗിക്കൊണ്ടിരുന്നപ്പോ എഴുന്നേറ്റ് സാറേ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് സാറ് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച, അത് രണ്ടും കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇപ്പൊ നന്നായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. സിറിയക് തോമസിന്റെ വിജയത്തിനായി 101 കമ്മിറ്റിയും രൂപീകരിച്ചു. കൺവെൻഷന് ശേഷം കുമളി ടൗണിലെത്തിയ സ്ഥാനാർത്ഥി വ്യാപാരികൾ, ഓട്ടോ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കളായ റോബിൻ കാരക്കാട്ട്, PP റഹീം, NDR കുഞ്ഞുമോൻ, ആന്റണി ആലഞ്ചേരി, ഷാജി പൈനാടത്ത്, MM വർഗീസ്, റോബിൻ കാരക്കാട്ട്, മുഹമ്മദ് ഷാജി, ബിജു പോൾ, മജോ കാരിമുട്ടം, സണ്ണി കാരിമുട്ടം, KC അൻസാരി, സുനിൽ, ആൻസി ജെയിംസ്, മണിമേഖല, അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.